എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇംഗ്ലണ്ടിനെതിരായ ഇന്ന് നടന്ന അവസാന ഏകദിനത്തിലും ഇന്ത്യക്ക് ലോക റെക്കോർഡ് വിജയം. ഹൈദരാബാദിൽ സെഞ്ചുറിയുമായി തിളങ്ങിയ ഗിൽ ആണ് ഇന്ത്യയുടെ താരം ആയത്. ഇന്ന് ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനെത്തിയ ഇന്ത്യക്ക് അത്ര നല്ല തുടക്കമല്ല ലഭിച്ചത്. ക്യാപ്റ്റൻ രോഹിത് വെറും 2 റൺസ് നേടി പുറത്തായി. എന്നാൽ ഗിൽ, ശ്രേയസ് അയ്യർ, വിരാട് കോഹ്ലി എന്നിവർ മികച്ച പ്രകടനം പുറത്തെടുത്തു. 50 ഓവറിൽ ഇന്ത്യയുടെ എല്ലാവരും പുറത്താവുകയായിരുന്നു. ഇംഗ്ലണ്ടിന് വേണ്ടി ആദിൽ റഷീദ് 4 വിക്കറ്റ് വീഴ്ത്തി. 3 മാറ്റങ്ങളുമായിട്ടാണ് ഇന്ത്യ ഇറങ്ങിയത്. പരിക്കേറ്റവരിന് ചക്രവർത്തി പുറത്തായി. മുഹമ്മദ് ഷമി, രവീന്ദ്ര ജഡേജ എന്നിവർക്ക് വിശ്രമം അനുവദിച്ചു. കുൽദീപ് യാദവ്, വാഷിംഗ്ടൺ സുന്ദർ, അഷ്ദീപ് സിംഗ് എന്നിവർ ടീമിലേക്ക് തിരിച്ചെത്തി. ഋഷഭ് പന്തിന് ഇന്നും അവസരം ലഭിച്ചില്ല. ഇംഗ്ലണ്ട് ഒരു മാറ്റം വരുത്തി. ജാമി ഓവർടണിന് പകരം ടോം ബാൻഡൺ ടീമിലെത്തി. മോശം തുടക്കമായിരുന്നു ഇന്ത്യക്ക് ഇന്ന്. 2ാം ഓവറിൽ തന്നെ രോഹിത് ശർമ്മയുടെ വിക്കറ്റ് ഇന്ത്യക്ക് നഷ്ടമായി. മാർക്ക് വുഡിന്റെ പന്തിൽ വിക്കറ്റ് കീപ്പർ ഫിൽ സാൾട്ടിന് ക്യാച്ച്. 3ാമതെത്തിയ കോഹ്ലി തുടക്കത്തിൽ തപ്പിത്തടഞ്ഞു. ഒരു തവണ റണ്ണൌട്ടിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട താരം പിന്നീട് ഇംഗ്ലണ്ടിന്റെ LBW റിവ്യൂ അതിജീവിക്കുകയും ചെയ്തു. പിന്നാലെ താളം കണ്ടെത്തിയ കോഹ്ലി ഗില്ലിനൊപ്പം സെഞ്ചുറി കൂട്ടുകെട്ടുണ്ടാക്കി. ഇരുവരും 116 റൺസാണ് കൂട്ടിച്ചേർത്തത്. 19ാം ഓവറിലാണ് കോഹ്ലി മടങ്ങുന്നത്. ആദിൽ റഷീദിന്റെ പന്തിൽ സാൾട്ടിൻ തന്നെ ക്യാച്ച്. ഒരു 6ഉം 7 4ഉം ഉൾപ്പെടുന്നതായിരുന്നു കോഹ്ലിയുടെ ഇന്നിംഗ്സ്. അധികം വൈകാതെ ഗിൽ സെഞ്ചുറി പൂർത്തിയാക്കി. ഏകദിന കരിയറിലെ 7ാം സെഞ്ചുറിയാണ് ഗിൽ നേടിയത്. 102 പന്തുകൾ നേരിട്ട താരം 3 6ഉം 4 4ഉം നേടി. ശ്രേയസിനൊപ്പം 104 റൺസ് കൂട്ടിച്ചേർത്ത ഗിൽ റഷീദിന്റെ പന്തിൽ ബൗൾഡായി. ശ്രേയസ് ഒരറ്റത്ത് മികച്ച പ്രകടനം തുടർന്നു. സെഞ്ചുറി നേടുമെന്ന് തോന്നിച്ചെങ്കിലും 39ാം ഓവറിൽ ആദിലിന്റെ പന്തിൽ വിക്കറ്റ് കീപ്പർക്ക് ക്യാച്ച് നൽകി. ഹാർദിക് പാണ്ഡ്യയ്ക്കും അക്സർ പട്ടേലിനും തിളങ്ങാനായില്ല. KL രാഹുലിന്റെ ഭേദപ്പെട്ട ഇന്നിംഗ്സാണ് സ്കോർ 350 കടത്താൻ സഹായിച്ചത്. ഹർഷിത്, വാഷിംഗ്ടൺ സുന്ദർ എന്നിവരാണ് പുറത്തായ മറ്റു താരങ്ങൾ. കുൽദീപ് യാദവ് പുറത്താവാതെ നിന്നു. അർഷ്ദീപ് സിംഗ് അവസാന പന്തിൽ റണ്ണൌട്ടായി. മറുപടി ബാറ്റിംഗിൽ ഇംഗ്ലണ്ടിന് സ്വപ്നതുല്യ തുടക്കമാണ് ലഭിച്ചത്. 6 ഓവർ പിന്നിടുമ്പോൾ ഇംഗ്ലണ്ട് സ്കോർ 60-ലെത്തി. എന്നാൽ അർഷദ്വീപ് ആദ്യ ബ്രേക്ക് ത്രൂ കണ്ടെത്തി. വെടിക്കെട്ട് ഓപ്പണർ ബെൻ ഡക്കറ്റിനെയാണ് പുറത്താക്കിയത്. പിന്നീട് ക്രീസിൽ എത്തിയ ബാൻഡൺ, സാൾട്ട്, ബ്രൂക്ക് റൂട്ട്, ക്യാപ്റ്റൻ ബട്ട്ലർ എന്നിവർക്കും കാര്യമായി ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല. അതോടെ ഇംഗ്ലണ്ട് ഇന്ത്യക്ക് മുന്നിൽ മുട്ടുകുത്തി. ഇന്ത്യക്കു വേണ്ടി അർഷദീപ് സിംഗ്, റാണ, ഹാർദിക് പാണ്ഡ്യ എന്നിവർ 2 വിക്കറ്റ് വീതം സ്വന്തമാക്കി. കുൽദീപ് യാദവ്, അക്സർ പട്ടേൽ, വാഷിംഗ്ടൺ സുന്ദർ എന്നിവർക്കും ഓരോ വിക്കറ്റ് വീതം ലഭിച്ചു. ഇന്നത്തെ വിജയത്തോടെ ഏകദിന പരമ്പരയും ഇന്ത്യ തൂത്തുവാരി. മികച്ച വിജയമാണ് ഇന്ത്യയിൽ നിന്ന് സ്വന്തമാക്കിയത്. അപ്പോൾ ഇന്നത്തെ ഇന്ത്യയുടെ കളിയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.